sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗ്രീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ ഒന്ന് ഞാൻ ഗപ്പി ഫാം കൂടി എടുക്കാനാണ് വന്നിട്ടുള്ളൂ. ഇത് സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ചാത്തമംഗലം ആ ഒരു സെൻട്രലായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ ആ ഫാമിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-25 വെറൈറ്റി ഗപ്പികളുണ്ട് അല്ലേ? 40 വെറൈറ്റി ഉണ്ട്. 20-25 വെറൈറ്റി ഇപ്പോൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫാമിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ പേരെന്താണ്? പേര് സനൽ. കറക്റ്റ് സ്ഥലം അപ്പോൾ ഇത് നമുക്ക് മുക്കത്തിൻ്റെയും കുന്നമംഗലത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇതിവിടെ ചാത്തമംഗലം താഴെ 12 ഒരു കറക്റ്റ് ലൊക്കേഷൻ. ചാത്തമംഗലം എന്നാണ് നമ്മൾ ഏകദേശം പറയുന്നത്. അപ്പോൾ ഒരു 10-40 വെറൈറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ 40 വെറൈറ്റി ചെയ്യുന്നുണ്ട്. അതിൽ 20-25 വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഗപ്പി മാത്രമേ ഉള്ളൂ? ഗപ്പി ചെയ്യുന്നുണ്ട്, ക്രൈഫിഷ് ചെയ്യുന്നുണ്ട്, ഏഞ്ചല്, പിന്നെ പോളാർ വൈറ്റ്, പിന്നെ കുറച്ച് ബെറ്റാസും ചെയ്യുന്നുണ്ട്. ബെറ്റാസ് അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഫീമെയിൽ മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെയുള്ള ഗപ്പികളായി നോക്കാം. പിന്നെ ക്രാഫിഷ് ഉണ്ട്, പിന്നെ ബെറ്റാസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. ഇതിപ്പോൾ പുറത്താണല്ലേ സെറ്റാക്കിയിട്ടുള്ളത്? അതിപ്പോൾ നമ്മൾ പറമ്പിൽ സെറ്റാക്കിയതാണ്. നല്ല തണലുണ്ട് അല്ലേ ഇവിടെ? ഇവിടെ കുറേ ഫുള്ള് മരങ്ങളായതുകൊണ്ട് കൂടുതൽ സമയത്തും തണലാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു വെയിലുണ്ടാവും. കൂടുതൽ സമയം ഉണ്ടാവില്ല, ഒരു ഉച്ച ടൈമിന് മാത്രം. പിന്നെ ഗ്രീൻ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ കേസിലല്ലേ കംപ്ലീറ്റ്? ഇങ്ങനെയാകുമ്പോൾ മീനുകൾക്ക് വലിയൊരു കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ പറമ്പിൽ ഇപ്പോൾ എത്ര വെറൈറ്റി ഗപ്പികൾ ചെയ്യുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ ഒരു 25 വെറൈറ്റിയാണ് ഞാൻ സെയിലിനുള്ളത്. ഇവിടെ ഗപ്പികൾ നമുക്ക് കൂടുതലും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് ഫ്രിഡ്ജേഴ്സ് അവിടെ വീട്ടിലുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് അതിലും കുറച്ച് ഫ്രിഡ്ജേഴ്സ് ഉണ്ട്. ബാക്കിയൊക്കെ പിന്നെ കുറച്ച് അക്വേറിയത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഗപ്പികൾ നോക്കല്ലേ? ഏകദേശം ഒരു 10-17 വെറൈറ്റി കൊടുക്കാനുണ്ടാവും അല്ലേ? നമുക്കൊരു 17 വെറൈറ്റി ഇവിടെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഗ്ലാസ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. എന്താ ഓഫർ? ഓഫർ പറഞ്ഞാൽ നമ്മൾ 5 പെയർ എടുക്കുന്നവർക്ക് ഒരു പെയർ എക്സ്ട്രാ നമ്മൾ ഫ്രീ ആയിട്ട് കൊറിയർ അയച്ചു കൊടുക്കുക. അത് നമുക്ക് അവൈലബിലിറ്റി ഏതാണ് കൂടുതലായിട്ടുള്ളത് ആയിട്ട് നമ്മൾ പെയറായിട്ട് ഒരു പെയർ എക്സ്ട്രാ കൊടുക്കും. 5 പേർ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് ഏത് ഐറ്റം എടുത്താലും മതി. മൊത്തം 5 പെയർ എടുത്താൽ മതി. അതെ, ഏതായിട്ടാണ് ഒന്നിച്ച് കൂട്ടിയിട്ട് 5 പേർ എടുത്താൽ മതി. അത് നമുക്കിപ്പം 10 പേർ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് 2 പേരല്ല 3 പേർ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. അപ്പോൾ നല്ല അടിപൊളി ഓഫർ കേട്ടോ. 5 പേർ ഒരൈറ്റം തന്നെ ആവണ്ട, പല വെറൈറ്റിയോടും കൂട്ടിയിട്ട് 5 പേർ എടുക്കുകയാണെങ്കിൽ ഒരു പെയർ ഫ്രീ. പിന്നെ 10 പേർ എടുക്കുകയാണെങ്കിൽ 3 പേർ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറിലൂടെയാണ് ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആ കൊടുക്കാനുള്ള ഗപ്പികൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ഗപ്പികൾ നോക്കല്ലേ? ആദ്യം ഏത് ഐറ്റാണ്? പർപ്പിൾ ബെറി നോക്കാം. പർപ്പിൾ ബെറി. ഇത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലേ? ഇത് നല്ല സ്റ്റേബിൾ ആണ്, നല്ല ഇയറും വരും, നല്ല ഡ്രാഗൺ പ്രിന്റും ആണ്. പിന്നെ ഇതിന്റെ തലയിൽ ജസ്റ്റ് ഒരു നമുക്ക് ഇലക്ട്രിക് ബ്ലൂനൊക്കെ വരുന്ന ഒരു ക്യാപ്പ് പോലെ വരുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാൻ ടോപ്പ് വ്യൂ നല്ല ലുക്കുള്ള ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ലൈറ്റ് ആണ് മാർക്കറ്റിൽ വരുന്നത്. ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് 150 രൂപയാണ് പെയറിന് വരുന്നത്. ഒരു പെയറിന് 150 രൂപ. ഇതൊക്കെ ബ്രീഡിംഗ് സൈസ് ആണ് വരുന്നത്. അതെ. ഓക്കെ. ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതിൽ കിട്ടാറുണ്ട് അല്ലേ? ഇത് ധാരാളം കുഞ്ഞുങ്ങളെ കിട്ടുന്ന ലൈറ്റാണ്. അടുത്തത് നമുക്ക് പീകോക്ക് ബ്ലൂ നോക്കാം. പീകോക്ക് ബ്ലൂ. ഇത് പുതിയ വെറൈറ്റി ആണോ? ഇത് പുതിയ വെറൈറ്റി അല്ല, അപ്പൊ അധികം ആരടുത്തും ഇല്ലാത്തൊരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള റേറ്റ് ആണ്. പിന്നെ പറഞ്ഞാല് നല്ല ബോഡി നല്ല തിക്കായിട്ട് വരുന്ന ഐറ്റാ. പിന്നെ നല്ല ടെയിൽ ക്വാളിറ്റി ഉണ്ടാവും, നല്ലോണം കുഞ്ഞുങ്ങളെയും കിട്ടുന്ന ഐറ്റാ. ഇതിപ്പോ എങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 150 ആണ് വരുന്നത്. 150. ഓക്കെ. സനല്ല ഈ ടാങ്കിൽ കുറേ ഉണ്ടല്ലോ. ഇത് വരുന്നത് ജപ്പാൻ ബ്ലൂ ടൈൽ ആണ്. ഇത് സംഭവം അതല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് ആണ്. നല്ല ടെയില് വരും ഇതിന്. ഇതിന്റെ ടെയിലും ഇതിനാകുമ്പോ കറക്റ്റ് ലോങ് തിക്കായിട്ടുള്ള ബോഡിയും വരുന്നുണ്ട് ഇതിന്. നമുക്ക് പഴയ ജപ്പാൻ ബ്ലൂ ടൈലിന്റെ മാതിരിയല്ല, കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടുന്നുണ്ട് ബോഡി. അതിലിപ്പോ ഫീമെയിലും മെയിലും ഒരുമിച്ച് ഇട്ടിട്ടുണ്ടല്ലേ? അത് ഫീമെയിലും മെയിലും ഇതൊക്കെ ബ്രീഡിംഗ് സൈസ് ആണ്. ഏകദേശം നമുക്ക് കറക്റ്റ് ബ്രീഡ് ആവാനായ ഒരു ഫസ്റ്റ് ബ്രീഡിന്റെ സൈസ് ആയിരിക്കും. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 150 ആണ്. 150. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ഗപ്പികളോ എല്ലാം ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ടാണ് സെയിൽ ചെയ്യല്? നമ്മൾ കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സെപ്പറേഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ 2 നേരം ആർട്ടിമിയ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. ആർട്ടിമിയയുടെ മെയിൻ ആർട്ടിമിയ നമ്മള് അതാണ് ഇത്രയും ക്വാളിറ്റിയിലല്ലേ? ആർട്ടിമിയ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇലാറോയില്, കയോ, ആർട്ടിമിയന്റെ ഫ്ലേക്സ്, അങ്ങനെയാണ് നമ്മൾ ഫുഡ്. നമ്മൾ ഈ 3 ഫുഡാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. ലൈവ് ഫുഡ് കൊടുക്കുന്ന ആർട്ടിമിയ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആർട്ടിമിയ എത്ര കൊടുക്കലുണ്ട്? ആർട്ടിമിയ കുഞ്ഞുങ്ങൾക്കാണ് 2 നേരം കൊടുക്കും, വലുതിനൊക്കെ ഒരു നേരം കൊടുക്കും അല്ലേ? പിന്നെ പെല്ലറ്റ് കൊടുക്കും. പെല്ലറ്റ് ഫുഡ് നമ്മൾ പറഞ്ഞ ഫുഡുകളാണ് കൊടുക്കുന്നത്. ഓക്കെ. നമ്മളെ കോയി
ഇത് റെഡ് ഇയർ കോയി ആണോ? ഇത് റെഡ് ഇയർ കോയി അല്ല, ഇത് നമ്മളെ പഴയ റെഡ് ഇയർ കോയിന്റെ ലൈനേജിൽ വരുന്നതാണ്. പക്ഷെ ഇയർ വരുന്നില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, ഇതിൽ ഒരു 98% നമുക്ക് ക്യാപ്പോടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ, പിന്നെ പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള റേറ്റ് ആണ്. അതെ അതെ, മോൾവി ആണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും ഒക്കെ നല്ല സൈസ് ആവും അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 150 തന്നെ വരുന്നത്. 150. ഓക്കെ. അടുത്തത് ഫുൾ ഗോൾഡ്. ഇത് ഫുൾ ഗോൾഡ്. ഫുൾ ഗോൾഡിന് സെപ്പറേറ്റ് ഒരു ടാങ്ക് ആണ് ഉള്ളത്, ഗ്രീൻ വാട്ടർ ആയത്. ഇത് പറഞ്ഞാൽ ഫുൾ ഗോൾഡിന് നമുക്ക് ആൽഗെ വാട്ടറിൽ കുറച്ചുകൂടി നല്ല കളറും കിട്ടുന്നുണ്ട്, ഇയർ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫുൾ ഗോൾഡ് ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കുറച്ച് ആൽഗെ ഉള്ള വെള്ളത്തിലാണ് ക്വാളിറ്റി കൂടുതലായി കാണുന്നത്. നല്ല കളർ കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഇയർ നല്ല വരുന്നുണ്ടല്ലോ. ഇയർ വരുന്നുണ്ട്. ഇത് നമുക്ക് പഴയ റിബൺ ലൈനേജ് ആണ് ഇയറിന്റെ, അതുകൊണ്ടാണ് അതിൽ ഇയർ ക്വാളിറ്റി കൂടുതൽ വരുന്നത്. ഓക്കെ. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 150 വരുന്നത്. 150. ഇനി ഇവിടെ അടുത്തത് ഹൈലൈറ്റ് ആയിട്ട് ഏകദേശം ഒരു 600ഓളം പെയർ ഇവിടെ, 600ഓളം പീസ് ഇവിടെ കൊടുക്കാണ്ട്. 600-700 പീസോളം നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട്. ചില്ലി മൊസൈക്ക് പ്ലാറ്റിനം കളർ ഫില്ലായി വരുന്നത്. അപ്പോൾ അധികം ആൾക്കാർ ഇപ്പോൾ അത് കുറവാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ഐറ്റംസ് ചില്ലി മൊസൈക്ക് കൂടെ കൊടുക്കാനുണ്ട്. നല്ല പ്ലാറ്റിനം കളർ ഫില്ലായതും ഇയർ ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നല്ല 100% ഇയർ വരുന്നുണ്ട് എല്ലാത്തിനും. ഇല്ല, അതിവിടെ മെയിനായിട്ട് റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. അത്രയും നല്ല, അതൊക്കെ നല്ല പക്കാ ക്വാളിറ്റിയിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ചില്ലി മൊസൈക്കിൻ്റെ പഴയ ഒരു ലൈനേജ്. എപ്പോഴും നല്ല ഡിമാൻഡുള്ള സാധനം ഏത് സമയത്തും. പക്ഷേ ഇപ്പോൾ പല ആൾക്കാർക്കും അതിപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ബൾക്കായിട്ട് ഇവിടെ ടാങ്കിന്റെ ഈ ഷീറ്റിന്റെ ടാങ്കിൽ തന്നെ നമ്മൾ ഒരു 5ഓളം ടാങ്കിൽ ചെയ്യുന്നത് ചില്ലി മൊസൈക്കാണ്. അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം. സ്പെഷ്യൽ ടാങ്കിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനത്തെ നമ്മള് ഒരടി ഹൈറ്റേ വരുന്നുള്ളൂ ടാങ്കിന്. അത്ര വരുന്നുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്തും കിട്ടുന്നുണ്ട്, ഇയർ നല്ലതായിട്ട് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള സെറ്റപ്പ് അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇതിൽ എല്ലാം 50% ഒരാഴ്ചയിൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ വലിയൊരു കാര്യമാണല്ലേ? അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് നല്ല ആൽഗ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാം മീനിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ കാണിക്കുന്നതാണ് ബ്രീഡിംഗ് സൈസ് ആയിട്ടുള്ള കൊടുക്കാറുള്ളത്. നമുക്ക് ഇതാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഈ കാണുന്ന ബ്രീഡിംഗ് സൈസ് ആണ് എല്ലാം കൊടുക്കുന്നത്, കളർഫുൾ ആയിട്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതെന്ത് പേരാണ് ഇപ്പൊ റേറ്റ് വരുന്നത്? ഇത് 150 തന്നെയാണ് വരുന്നത്. നമ്മളെ ചില്ലി മൊസൈക്കിന്റെ ബ്രൂഡാണ് ഇപ്പൊ കാണുന്നത് അല്ലേ? അത് ചില്ലി മൊസൈക്കിന്റെ ബ്രൂഡാണ്. എന്താ ഇയർ? ആ ഇയർ ശരിക്കും ആ ടെയിലിന്റെ അവിടെ എത്താനായില്ല, അത്രയും സൈസ് ആയിട്ടുണ്ട് ഇയർ. ഇത് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഇയർ നന്നായിട്ട് വരും അല്ലേ? ഏകദേശം നമുക്ക് ടെയിലിന്റെ അടുത്ത് വരെ എത്താൻ അത്ര ആയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു പെയർ ഈ ഒരു സൈസിലേക്ക് എത്തും ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ പ്രായം ആയതുകൊണ്ടാണ് നമ്മൾ ഈ സൈസ്. ഇനി പ്രായം കൂടുന്നതിനനുസരിച്ച് നല്ല ഇയറും വരും, നല്ല ബോഡി തിക്നെസ്സും വരുന്നതായിട്ടാണ്. നല്ലോണം പ്ലാറ്റിനം ഫിൽ ആവുകയും ചെയ്യും ബോഡിയിൽ. ഇതിപ്പോൾ ഇവിടെ ഹോൾസെയിലും റീറ്റെയിൽ ആയിട്ട് കൊടുക്കാണ്ട് അല്ലേ? ഇത് നമുക്ക് രണ്ടും കൊടുക്കാനുണ്ട്. പ്ലാറ്റിനം റെഡ് ഇത് നമ്മൾ ഇതേമാതിരി ടാങ്ക് തന്നെ സെറ്റ് ആക്കിയിട്ടില്ല ചില്ലി മൊസൈക്കിന് അതേമാതിരി തന്നെ. ഇതും അങ്ങനെ തന്നെ. നമ്മൾ കൂടുതൽ എണ്ണ ഇങ്ങനത്തെ ടാങ്ക് ആണെങ്കിൽ 5-5ന്റെ ടാങ്കാണ് വരുന്നത്. ഇതിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇടാറില്ല. ഒരു 150 പീസ് അത്രേ എണ്ണ ഇടാറുള്ളൂ. പിന്നെ വേറെ ടാങ്കിലേക്ക് മാറ്റും. പിന്നെ നമ്മൾ സെയിലിനായി കഴിഞ്ഞാൽ വേറെ ടാങ്കിലേക്ക് മാറ്റും. ഓക്കെ. നമ്മളെ പ്ലാറ്റിനം റെഡ് ഇതിപ്പോ എത്ര മാസം പ്രായം കൊടുക്കാനുള്ളത്? ഇതിപ്പോ നമുക്ക് ആ ബ്രീഡ് ആയിക്കൊണ്ട് നിൽക്കേണ്ടത്. അതിലൊക്കെ കുഞ്ഞുങ്ങളെ കാണാം നമുക്ക് ടാങ്കിൽ. അതെ. ഇതിപ്പോ ഏകദേശം ബ്രീഡ് ആവാനുള്ള സൈസ് ആയില്ലേ? ഇതിപ്പോ ബ്രീഡിംഗ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ല എല്ലാം. ഫസ്റ്റ് ബ്രീഡായി. അപ്പൊ കൊണ്ടുവന്നവർക്ക് വേഗം കുഞ്ഞുങ്ങളെയും കിട്ടും. ഇതെന്താ പറഞ്ഞാൽ ഇനിയും നല്ലോണം ഇയർ ഇറങ്ങാനുണ്ട്. ഇത് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ഇനിയും ഇയർ കൂടുതൽ വരും. ഇതും 150 രൂപ അല്ലേ? ഇതും അതേ റേറ്റ് തന്നെ. അപ്പോൾ നല്ല ഒരു അന്തരീക്ഷം ഇവിടെ എപ്പോഴും നല്ല ഒരു തണൽ. ശരിക്കും ഗപ്പികൾക്ക് വേണ്ട ഒരു അന്തരീക്ഷമാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നല്ല അധികം വെയിലടിക്കുന്നില്ല. പിന്നെ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ നെറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടാങ്ക് സെറ്റാക്കിയത് ബിഗ് ഗിയറിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ടാങ്ക് സെറ്റാക്കിയത്. ഏകദേശം ഒരു അടിൻ്റെ അടുത്ത് ആഴുള്ള ചെറിയ വലിപ്പമുള്ള നല്ല പരന്ന ടാങ്ക്. ശരിക്കും ഇങ്ങനത്തെ ടാങ്കുകളാണ് ശരിക്കും നമ്മൾ ബിഗ് ഗിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത ഏകദേശം ഒരു 100-150 പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല പക്കായിട്ട് നല്ല ഇയറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് തെളിവ് സഹിതമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഏകദേശം 4 ടാങ്ക് ഇവിടെ ഉണ്ട്. 4 ടാങ്കിൽ പ്ലാറ്റിനം റെഡ് ഉണ്ട്, ചില്ലി മൊസൈക്ക് ഉണ്ട്. അതാണ് ഇവിടെ ബിഗ് ഗിയർ ആയിട്ട് മെയിനായിട്ട് കാണുന്നത്. അതൊക്കെ എല്ലാത്തിനും നല്ല ഇയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ഒന്ന് ട്രൈ നോക്കാം. ഇതേമാതിരി ടാങ്ക് സെറ്റാക്കി ആക്കിയിട്ട് നല്ല രസമുണ്ടല്ലോ. ഇത് നല്ല അടിപൊളി ഒരു പ്രത്യേക വെറൈറ്റി ടൈലാണല്ലോ. ഇത് ഗാലക്സി ടൈഗർ എന്ന് പറഞ്ഞ ഐറ്റാണ്. നല്ല ലോങ് അംബർല ടൈലായിട്ട് വരുന്ന ഐറ്റാണ്. നല്ല ഡോർസലും നല്ലൊരു പ്രിന്റ് ആണ്. നമുക്ക് അക്വേറിയത്തിൽ കാണുമ്പോൾ ഇതിന്റെ ശരിക്കുള്ള ലുക്ക് മനസ്സിലാവും. അതെ നല്ല മോൾ വ്യൂ കാണുമ്പോൾ വലിയ രസമല്ല, സൈഡ് വ്യൂ ടോപ്പ് അല്ലേ? അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഐറ്റാണ് ഇത് അല്ലേ? ഇത് 150 രൂപ തന്നെ വരുന്നത്. അത് 150 രൂപ. അടുത്തത് റെഡ് ഡ്രാഗൺ. ഇത് റെഡ് ഡ്രാഗന്റെ കോളി ഡോർസിൽ വരുന്ന ഐറ്റാണ്. ഇയർ ഉള്ളത് കുറച്ച് ഇയർ വരുന്നുണ്ട്. ഇയർ വരുന്നുണ്ട്. ഇതിപ്പോ അതിന്റെ ബ്രൂഡാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് ബ്രൂഡാണ്.
ഓ ബ്രൂഡിന്റെ മെയിൽ ഇപ്പൊ എന്താ അടിപൊളി ഉണ്ടല്ലോ. അത് കോളി ഡോർസലായിട്ട് വരും അല്ലേ? നല്ല കോളി ഡോർസൽ വരും. ഫീമെയിലിനും സൈസ് പറഞ്ഞതിനനുസരിച്ച് ഫീമെയിലിനും ഡോർസൽ വരും. ഇതിൽ കാണുന്നത് പറഞ്ഞാൽ അതിന്റെ ചെറിയ ഫുള്ള് സൈസ് ആവാത്ത ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇതിന് ഡോർസൽ അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ കൊടുക്കാനുള്ളത് ഇതിന്റെ ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊടുക്കാളൂ അല്ലേ? അല്ലല്ല, ഇതിന്റെ ഫസ്റ്റ് ബ്രീഡിംഗ് സൈസ് കൊടുക്കാനുണ്ടല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ടുള്ളത്. ഒരു പ്രത്യേക കളറാണല്ലോ അതിന്റെ ബോഡിയിൽ. അതിന്റെ ബോഡിയിൽ മുകളിൽ ഒരു ടൈപ്പ് ഒരു പച്ച ഷെയ്ഡാണ് വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? ഓക്കെ. ഇതിപ്പോ എന്താ ഇത് 150 രൂപേനെ? 150 രൂപ. ഇപ്പൊ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് 150 എല്ലാം ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു റേറ്റ് തന്നെയാണോ? എല്ലാ ഐറ്റംസ് നമ്മൾ പഴയ ഏകദേശം മാർക്കറ്റിൽ ആദ്യമുള്ള ഐറ്റംസിനൊക്കെ ഏകദേശം നമ്മൾ ആദ്യം ചെയ്ത് വരുന്ന ഐറ്റംസിനൊക്കെ 150 രൂപ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഐറ്റംസിനൊക്കെ റേറ്റ് മാറ്റം വരും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 150 പറയേണ്ട ആവശ്യമില്ല. റേറ്റിൽ വേരിയേഷൻ വരുമ്പോൾ വരുന്നത് പുതിയ ഐറ്റംസിന്റെ നമ്മൾ സെപ്പറേറ്റ് പറയാം എത്രയാണ് മാറ്റം വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാമല്ലോ. ഇത് അടിപൊളി വെറൈറ്റി ആണല്ലോ. ഇതിപ്പോ ഏതാ? ഇത് നമുക്ക് റെഡ് ഗ്രാസ് എന്ന് പറഞ്ഞ ഐറ്റാണ്. നമ്മളെ ബ്ലൂ ഗ്രാസ് എന്ന് ഇറങ്ങുന്ന റെഡ് ഗ്രാസ് ആണ്. പക്ഷെ ഇത് സ്റ്റേബിൾ ആയിട്ട് വരുന്ന ഐറ്റാണ്. തുടക്കത്തിലേ മാറ്റിയിട്ട് പിന്നെ ഇറങ്ങണമൊക്കെ അതേമാതിരി 100% സ്റ്റേബിൾ ആണ്. അധികം ഒരു ഫാമിലി ഇപ്പൊ അങ്ങനെ കാണാറില്ല. എല്ലാരും വിചാരം എന്താ പറഞ്ഞാൽ ഇത് ബ്ലൂ ഗ്രാസ് എന്ന് ഇറങ്ങുന്ന റെഡ് ഗ്രാസ് മാറ്റിയിട്ടിട്ട് ആണെന്നാണ് എല്ലാരും വിചാരം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റേബിൾ ആണ് ഐറ്റം. കറക്റ്റ് ആയിട്ട് കിട്ടണ്ടല്ലേ? നല്ല മെയിലാണുള്ളത് കാണുന്നത്. ഇതിപ്പോ എന്താ റേറ്റ്? ഇത് അപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? അതേ റേറ്റിനല്ലേ? അതേ റേറ്റിന് അടിപൊളി. ഫീമെയിൽ ഇതിപ്പോ ഏത് ഫീമെയിലാണ്? ഇത് ജപ്പാൻ ബ്ലൂ ടൈലിന്റെ ഫീമെയിൽ ആണ്. എന്താ ഒരു കൈ ഫുൾ ഉണ്ടല്ലേ? ഭയങ്കര ഫുൾ സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈസ് വരുന്നുണ്ട്. ഈ സൈസിൽ വരൂല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് എത്ര കുഞ്ഞുങ്ങളെ കിട്ടും? ഒരു 100ന്റെ മേലെ എന്തായാലും നമുക്ക് 100 കുഞ്ഞുങ്ങളെ. ഇപ്പൊ ഏകദേശം ഫുള്ള് ബ്രീഡ് ആവാനായിട്ടില്ല. ഒരാഴ്ച കൂടി കഴിയണം എന്തായാലും ബ്രീഡ് ആവണമെങ്കിൽ. ഇനിയും വയറ് നമുക്ക് ഇനിയും വരാണ്ട് ഇതിന്. നല്ല സൈസുള്ള നല്ല ടൈലും വരും ഫീമെയിലിന്. ഇതിപ്പോ ഏതാ? ഇത് എമറാൾഡ് ഗ്രീൻ പറഞ്ഞിട്ട് പഴയ അത് സ്ട്രെയിൻ അല്ലേ? പഴയ സ്ട്രെയിൻ ആണ്. അധികം ആളുകൾ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ എവിടെ. ഇത് അടിപൊളി. ഇതൊക്കെ പഴയ കാലത്ത് തരംഗമായ സാധനങ്ങളൊക്കെ. അത് പഴയ ഇപ്പൊ ഇത് വളരെ കുറച്ച് ആൾക്കാരുടെ പേരെ കയ്യിലുള്ളത്. ഓക്കെ ഓക്കെ, അടിപൊളി. ഇത് ഭയങ്കര ബോഡി നല്ല തിക്കായിട്ട് വരുന്ന ബോഡിയാ. ഈ സൈസിലുള്ള കൊടുക്കാനുള്ളത് അതിപ്പോ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഇതിപ്പോ റെഡ് കളറായിട്ടുള്ള ഇത് ജാവ റെഡ്. ജാവ റെഡ് അല്ലേ? ഇതെല്ലാം ബ്ലാക്ക് ഐ ആയിട്ടല്ലേ? ബ്ലാക്ക് ഐ. ഇത് അക്വേറിയത്തിൽ നല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള അക്വേറിയത്തിലൊക്കെയാണ് നല്ല ഷോ ആയിരിക്കും ഇത് വരുന്നത് അല്ലേ? ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ ഇതിപ്പോ ജല ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം റേറ്റ് തന്നെ അല്ലേ? ഇതിപ്പോ അതേമാതിരി നമ്മൾ നേരത്തെ പ്ലാറ്റിനായിട്ടും ചില്ലി മസാലയ്ക്കും സെറ്റാക്കി ആ ടാങ്ക് മാതിരി ആക്കിയല്ലത്. ഇത് അതേമാതിരി നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടത്. അപ്പോൾ ഇതേമാതിരി കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് നല്ല പെട്ടെന്ന് സൈസ് ആവും അല്ലേ? ഇതിപ്പോ 2 ആഴ്ചത്തെ വളർച്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ. ഇതിപ്പോ ഏത് കുഞ്ഞുങ്ങളെ ഇറക്കിയല്ലേ? 2 ആഴ്ച പറഞ്ഞാൽ 2 ആഴ്ച ആയതുകൊണ്ട് 3 ആഴ്ച ആയതുകൊണ്ട് ഒരാഴ്ച പിന്നെ നമ്മൾ ഡിഫറൻസ് നോക്കാൻ പറ്റതാണ്. ഇതിപ്പോ ഏതാ ഏറ്റവും ഇറക്കിയിട്ടുള്ളത്? ഇത് ചില്ലി മസാല. ടാങ്കൾ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. തന്നെ അത്യാവശ്യം ടാങ്കൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലും ബിഗിയർ മാത്രം ചെയ്യുന്നത്? ഇതില് ഫിഗിയർ, ഫുൾ ഗോൾഡും കൂടുതൽ 3 ഐറ്റംസ് ആണ്. പ്ലാറ്റിനം റെഡ്, ആ 3 ഐറ്റംസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർച്ച കിട്ടും അല്ലേ? പിന്നെ നമ്മൾ ഓവർ വെയിൽ അടിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇങ്ങനെ മൂടിയിട്ട് വെച്ച് ഗ്രീൻ ഐറ്റം ഇതൊക്കെ വെച്ച് സെറ്റ് ആക്കി അല്ലേ? ഇതിൽ 10 ടാങ്ക് ഉണ്ട് ഇവിടെ ചെയ്യണം. ഇവിടെ നമ്മുടെ ഇതുപോലുള്ള 8 ടാങ്കുകൾ മൊത്തം നമുക്ക് ഷീറ്റിന്റെ 8, 16, 18 ടാങ്കുകളുണ്ട്. ഇതേമാതിരി ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ബ്ലൂ അല്ലേ കാണുന്നത്? ഇലക്ട്രിക് ബ്ലൂ. ഓക്കെ. ഇതൊക്കെ പഴയ സ്ട്രെയിനുകൾ ഇപ്പോഴും കീപ്പ് ചെയ്യുക. ഇതിൽ ക്യാപ് സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എപ്പോഴും ആർക്കാണെങ്കിലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി. അതെ അതെ, കുഞ്ഞുങ്ങളും കുറെ കിട്ടും, ധാരാളം കുഞ്ഞുങ്ങളും കിട്ടും. ഇത് അങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കാനും ചാൻസ് ഇല്ല. ആവശ്യം വരുന്നില്ല. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഡാർക്ക് പർപ്പിൾ അല്ലേ? ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിന്റെ ബ്രൂഡല്ലേ ഇപ്പൊ കാണിക്കുന്നത്? ബ്രൂഡാണ് കാണിക്കുന്നത്. ഇതിപ്പോ സൈഡ് വ്യൂ ആണെങ്കിലും മോൾ വ്യൂ ഒക്കെ അടിപൊളി സാധനം അല്ലേ? ഇതിപ്പോ ഈ അടുത്ത് വന്നതിലും വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റത്തിലെ റൈറ്റ് ആണ് ഇത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട റൈറ്റ് ആണ് ഇത് അല്ലേ? ഓക്കെ. നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം, നല്ല ടെയിലും കളർ പ്ലാറ്റിനം കളർ ഫില്ലായതു അല്ലേ? ചെറുതായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചെറുതായിട്ട് ഇയറും വരുന്നുണ്ട്. അത്രയും നല്ല ഗ്രോത്ത് വരുന്നത്. അതിന് ചെറിയ ഇയർ നമുക്ക് കാണാം. ഫുൾ ഗോൾഡ് വരുന്നത്? ഇത് ഫുൾ ഗോൾഡിന്റെ പുതിയ വെറൈറ്റി ആണ്. ഗള്ളിയർ വരുന്നത്. അത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് ട്രയോ ആണ് കൊടുക്കാനായിട്ടുള്ളത്. 2 ഫീമെയിലും ഒരു മെയിലും. 2 ഫീമെയിലും ഒരു മെയിലും ആണ് കൊടുക്കാനുള്ളത്. എന്താ റേറ്റ് വരുന്നത്? അത് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ട്രയോ വരുന്നത് 400 രൂപയാണ് വരുന്നത്. പെയർ റേറ്റ് എടുക്കുകയാണെങ്കിൽ 300 രൂപ പെയറിന് വരുന്നുണ്ട്. ഓക്കെ. ഇവിടെയുള്ള ഫാമിലി പേ
വാട്ടർ ക്ലീനിലൊക്കെ എല്ലാ ആഴ്ചയിലല്ലേ ചെയ്യല്? ആഴ്ചയിൽ നമ്മളെല്ലാ ഫ്രിഡ്ജേഴ്സ് ഒക്കെ ആഴ്ചയിൽ എല്ലാ ഐറ്റംസ് നമ്മൾ ആഴ്ചയിൽ വാട്ടർ ചേഞ്ച് ചെയ്യും. അവിടെ വെള്ളം കിണർ വെള്ളമാണ്? കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ എങ്ങനെയാണ്, വെറും വെള്ളം മാത്രം അതൊക്കെ കല്ലുപ്പ് എന്തെങ്കിലുണ്ടോ? ഇത് നമ്മള് കല്ലുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും അസുഖം കാണുകയാണെങ്കിൽ മാത്രമേ കല്ലുപ്പ് ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയൊക്കെ സാധാ പ്ലെയിൻ വെള്ളം, സാധാ പ്ലെയിൻ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ തുറന്നു വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഓവർ വെയിൽ അടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ തണലുണ്ടാവും അല്ലേ? ഇവിടെ ഈ നെറ്റ് ഇട്ട് ഫ്രിഡ്ജ് കേസിലൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നം വരില്ല. പിന്നെ ഓവർ വെയിൽ അടിക്കുന്ന പറഞ്ഞാൽ ഇതാ മൂടിയിടാത്ത നമുക്ക് ഇങ്ങനത്തെ ടാങ്കുകളിലാണ്, സാധാ ഷീറ്റിന്റെ ടാങ്കുകളിലാണ് ഓവർ ആൽഗ വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് എന്തായാലും ആഴ്ചയിൽ പകുതി വെള്ളം ഒഴിവാക്കിയിട്ടാണ് പകുതി വെള്ളം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. ഇവിടെ കുറച്ച് ഒരു 2-3 കൊല്ലമായി സെറ്റ് ആക്കിയിട്ട്. പോളാർ വൈറ്റ് ബ്ലൂ ഒക്കെ നമുക്ക് ഏഞ്ചല് പിന്നെ ഗപ്പി നമ്മൾ കൂടുതലും ഫ്രിഡ്ജേസിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പുതിയ ഐറ്റംസിനെ ഇതിലിട്ടിട്ടാണ് നമ്മൾ വലുതാക്കി എടുക്കുന്നത്. ബെറ്റാസ് ചെയ്യുന്നുണ്ട്. ബെറ്റാസിന്റെ ഫീമെയിൽ ആണ് നമുക്ക് ഇപ്പം കൊടുക്കാനായിട്ടുള്ളത്. ബെറ്റാസ് നമുക്ക് റെഡ് പിന്നെ നെമോ കാൻഡി, പിന്നെ മാർബിള്, പിന്നെ ബിഗ് ഗിയർ, അത് പ്ലക്കാർട്ട് ഇറങ്ങുന്നുണ്ട്, HM ഇറങ്ങുന്നുണ്ട്. രണ്ടും ഇറങ്ങുന്ന വെറൈറ്റിയാണ്. അത് നല്ല ഡംബോ, സൂപ്പർ ഡംബോ വരുന്ന ഐറ്റാണ്. അത് നമുക്ക് പീസിന് 50 രൂപയാണ് ഫീമെയിലിന് വരുന്നത്. ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു മാറ്റം വരും. നമ്മൾ 1-2 പീസ് എടുക്കുന്നവർക്കൊക്കെ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസലാണ് വരുന്നത്. ഇതിപ്പോ ജുവനൈൽ സൈസ് ആണ്. ഇത് നമുക്ക് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഏകദേശം കൊടുക്കാനുള്ള സൈസായി. ഇത് 200 രൂപയാണ് വരുന്നത് പേരിന്. നോർമൽ റെഡ് വരുന്നുണ്ട്, അത് നമുക്ക് 150 രൂപ പേരിന് വരുന്നത്. പോളാർ വൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ബ്രീഡായതിന്റെ മക്കളാണ്. അത് താഴെയുള്ളതും ഏകദേശം ഇവിടെ ഉണ്ടായ മക്കളാണ്. പക്ഷെ അത് കുറച്ചുകൂടി സൈസ് ഉണ്ട്. നമുക്ക് ബ്രീഡിംഗ് പെയർ സെറ്റ് ചെയ്യാനായ ഇതായിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം പെയർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഏകദേശം ഇനി നമ്മൾ ഓരോന്നിനെ ഏകദേശം മെയിലും ഫീമെയിലും ഉള്ളതിനെ നമ്മൾ വേറെ ഇതിലേക്ക് മാറ്റിയിടും. എന്നിട്ട് നമുക്ക് കൺഫേം ആയിട്ട് ബ്രീഡ് ആവുന്നുള്ളതിനെ മാത്രം നമുക്ക് പെയർ ആയിട്ട് സെയിൽ ചെയ്യുന്നത്. അത് പെയറിന് 250 ആണ് വരുന്നത്. പെയറിന് അത് കൺഫേം പെയർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. കൺഫേം എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും മാറ്റിയിട്ടാൽ തന്നെ അതൊരു 90% എഗ് ചെയ്യുന്നതാണ് പാൽ. പീസായിട്ട് നമുക്കിപ്പോൾ കൊടുക്കാനില്ല, പെയറാണ്. ഇത് ഏകദേശം ഒരു 5 മാസം 4 മാസം 5 മാസം പ്രായതാണ്. ഇത് നമുക്ക് കോയി ഏഞ്ചൽ പിന്നെ റെഡ് ഡബിൾ എന്നൊക്കെ പറയുന്ന ഐറ്റാണിത്. ഇതിന്റെ കോയിൻ സൈസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. അത് പീസ് 50 രൂപ കോയിൻ. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഐറ്റാണ് മാർക്കറ്റിൽ. ഇത് അവിടെ നമുക്ക് 2 പേരാണ്. നമ്മൾ കൂടുതൽ ഏഞ്ചൽ ചെയ്യല്ലേ, താഴെ ഒരു പേർ കൂടി ഉണ്ട്. ഏകദേശം 2ഉം കൺഫേം പേറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗപ്പികളൊക്കെ നോക്കി, ഇനിയിപ്പോൾ അടുത്ത് ക്രൈഫിഷ് നോക്കാണ്ടല്ലേ? ക്രൈഫിഷ് നോക്കാം. എത്ര വെറൈറ്റി ക്രൈഫിഷ് ആണ്? ക്രൈഫിഷ് നമുക്ക് 5 വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് 2 വെറൈറ്റി കൊടുക്കാനുള്ളൂ. ഓറഞ്ചും മാൽബ്ലോണും ആണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇത് ഓറഞ്ച് അല്ലേ? ഇതിപ്പോ നമുക്ക് ഫീമെയിൽ മെയിലും തിരിച്ചറിയാനായി. ഇത് ഫീമെയിലും മെയിലും ഏകദേശം പെയറിംഗ് സൈസ് ആയതാണ്. മെയിൽ കാണിക്കുന്നത് മെയിൽ പറഞ്ഞാല് മെയിലിന്റെ കാലിന് കുറച്ചും കൂടി നീളം കൂടുതലുണ്ടാവും ഫീമെയിലിനെ അപേക്ഷിച്ച്. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം 2 കാലുകൾ ഉണ്ടാവും. ഇവിടെ ഈ ടെയിലിന്റെ അടിയിലായിട്ട് 2 കാലുകൾ കാണാം. ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫീമെയിലാണ്. ജസ്റ്റ് ഇത് അവിടെ ഒരു ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൊസിഷനിൽ ഡോട്ടായിട്ട് കാണാം. ഇത് പെയറായിട്ട് കൊണ്ടുപോകാം. ഇത് പെയറായിട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് ഏകദേശം ബ്രീഡിങ്ങിനായി തുടങ്ങിയതാണ്. ഓറഞ്ച് കളർ. ഇത് പെയർ 250 കൊടുക്കുന്നത്. ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട്. അത് നമുക്ക് 1 ഇഞ്ച് പ്ലസ് ആണെങ്കിൽ പീസ് 50 രൂപ, 2 ഇഞ്ച് ആണെങ്കിൽ 75 രൂപ പീസ്. നമ്മൾ ഓരോ ബേസിനിലായിട്ടാണ് ബ്രൂഡ് സെറ്റ് ചെയ്യുന്നത്. ഓരോ പെയർ ഇടുക. പിന്നെ നെഗ്ഗാകുമ്പോൾ നമ്മൾ മാറ്റിയിടുക. ഇതൊക്കെ നമുക്ക് പെയറുകളായിട്ടുള്ളതാണ്. ഇത് റെഡിന്റെ പെയറാണ് കാണുന്നത് 2 എണ്ണം. ഇത് ഫീമെയിലാണ്, ഇത് മെയിലാണ്. ഇത് ഓറഞ്ച് ഗോസ്റ്റ്. അത് കൊടുക്കാണ്ടോ?
നമ്മളതിൽ ഇപ്പോൾ ഈ കാണുന്നത് തന്നെ പ്രയറുള്ളൂ. കാരണം കൂടുതൽ നമ്മൾ കൊടുത്ത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ബ്രൂഡാക്കി വെച്ച ഇത് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഈ പ്രാവശ്യം നമുക്ക് അധികം കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. ഇതിപ്പോൾ ഏതാ കളറ്? ഇത് മാൽബ്രൗൺ പറഞ്ഞ വെറൈറ്റി. മാൽബ്രൗൺ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാണ്ട് 1 ഇഞ്ച് സൈസ് കഴിക്കുന്നത്. അത് പ്ലസ് അത് റേറ്റ് സൈസിനനുസരിച്ച് നമുക്ക് വേരിയേഷൻ വരും. അത് നല്ല റെഡ് കളർ. ഇത് നമുക്ക് ഓറഞ്ചിന്റെ വെറൈറ്റി തന്നെയാണ്. പക്ഷെ നല്ല കളർ വരുന്നതിന് നമ്മൾ റെഡ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് കൊടുക്കുന്നത്. ശരിക്കും സെപ്പറേറ്റ് റെഡ് വരുന്നില്ല. പിന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ ഇതേമാതിരി ഇതാ ഇത് ബ്ലൂവിന്റെ. ഇതിന്റെ പേര് നമുക്ക് ഏകദേശം ഫസ്റ്റ് ഒരു ബ്രീഡിങ് കിട്ടിയിരുന്നു. അത് ഏകദേശം കഴിഞ്ഞ് ഇനി നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്യാൻ വെച്ച പീസ് മാത്രമേ ഉള്ളൂ. കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. ഇത് വാലന്റൈൻ പിങ്ക് ആണ്. അത് നമുക്ക് കൊടുക്കാനില്ല. അതിലിപ്പോൾ ഈ രണ്ടായി റെഡ് ഓറഞ്ചും മാൽബ്രൗണും ആണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇത് കൂടുതൽ നമുക്ക് മഴക്കാലത്ത് നല്ല തണുപ്പുള്ള സമയങ്ങളിലാണ് ഇത് ബ്രീഡാവുക. ചൂടുള്ള സമയത്ത് ഇതിൻ്റെ ബ്രീഡിങ് അങ്ങനെ നടക്കാറില്ല. അപ്പം നമുക്ക് ഇപ്പം കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല നമുക്കിപ്പോൾ ഇപ്പം കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കറക്റ്റ് ഇപ്പം ഏകദേശം ഇപ്പം കുറേ എണ്ണം മേറ്റിങ് കഴിഞ്ഞതാണ്. ഏകദേശം ബ്രീഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലത് ഒരൊറ്റ ബ്രീഡ് കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കാനുള്ള ഐറ്റംസേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു 60 പീസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സെയില് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം. അല്ല കൊറിയർ ആയിട്ട് അയക്കണമെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഇവിടെ വന്ന് മേടിക്കാൻ റൂട്ട് എങ്ങനെ? ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് മുക്കത്തുനിന്ന് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ കുന്നമംഗലത്ത് നിന്ന് മുക്കം റോഡിന് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. അപ്പം മുക്കത്തു നിന്നാണെങ്കിൽ കുന്നമംഗലത്തിൻ്റെ ഇടയിലുള്ള ആ ലൊക്കേഷനാണ് വരുന്നത്. അവിടെ എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവും? അപ്പോൾ അവിടെ ഞാൻ കൂടുതലും ഉണ്ടാവും. എന്നാലും ജസ്റ്റ് എന്നാൽ നേരിട്ട് വന്നു കൊടുക്കാം. കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ഐറ്റംസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് പിൻ അക്വാ ഫാം എന്നാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ID. ജസ്റ്റ് ഫോളോ ചെയ്യാണ്. നമുക്ക് അതിൽ അപ്ഡേഷൻസ് നമ്മൾ അതിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടും സെയിൽ മേടിക്കാം. കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാം. ക്രൈഫിഷ് കൊറിയർ ചെയ്തല്ലോ? എല്ലാം കൊറിയർ ഉണ്ട്. ഏഞ്ചൽ മാത്രം നമുക്ക് കൊറിയർ അവൈലബിലിറ്റി ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഫോൺ വിളിക്കുകയാണെങ്കിൽ എങ്ങനെ? വാട്സപ്പ് മാത്രം വാട്സപ്പിലൂടെ നമുക്ക് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ വൈകുന്നേരം ചോദിച്ച ടൈമിന് നമുക്ക് റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും രാത്രി ആകുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അല്ല കോൾ ചെയ്ത്, കാരണം എപ്പോഴും എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ തീർച്ചയായും അതിൻ്റെ റിപ്ലൈ, ഇപ്പോൾ ഡിലേ വേണമെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടും. എവിടേക്കും ഇന്ത്യ ഒട്ടാകെ ഇവിടുന്ന് കൊറിയർ ചെയ്യും. ഇപ്പോൾ ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു ഫാമിൻ്റെ പേര് പറയാൻ വിട്ടു നമ്മൾ? ഡാർക്ക് ഫിൻ അക്വാ ഫാം. ഡാർക്ക് ഫിൻ അക്വാ ഫാം അല്ലേ? അപ്പോൾ ഒരുപാട് പഴക്കമുള്ള അക്വേറിയം ഫാമുള്ളത്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായി അല്ലേ? 6ാമത്തെ വർഷത്തിലെ ഈ 6ാമത്തെ വർഷമായി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ സാലൻ്റെ ഫാം? അടിപൊളി ഫാമായില്ല? അല്ല, അടിപൊളി ഗപ്പി ഫാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. 10 വരെ എല്ലാവർക്കും ഗുഡ് ബൈ.